അസ്സലാമു അലൈക്കും. ലേനസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂട് ടൈമിന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനും വേണ്ടി 2 മാമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിൻ്റെ ശേഷം ഞാൻ പൂണ്ടെടുക്കുകയാണ്. പൂണ്ടെടുക്കണതിൻ്റെ മുന്നേ തന്നെ തൊലി കളഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പൂണ്ടെടുത്തതിൻ്റെ ശേഷമാണ് തൊലി കളഞ്ഞെടുക്കണത്. അത് എങ്ങനെയാ വെച്ചാൽ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ല മധുരമുള്ള മാമ്പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നല്ല കൂടുതലായിട്ട് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് മുന്നിൽ മധുരമായിട്ട് നിൽക്കുക. മറ്റേ പുളിപ്പ് ഉണ്ടാവും. ഇത് നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള മാമ്പഴമാണ്. ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചെറിയ മാമ്പഴമാണെങ്കിൽ ഒരു 4 മാമ്പഴമൊക്കെ എടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലിയ മാമ്പഴമാണ്. ഇതിലേക്ക് ഞാൻ തമ്പ്ലൈനിൽ തന്നെ പറയണ്ടല്ലോ, വെറും 3 ചേരുവകൾ മാത്രം മതി. 3 ചേരുവകൾ മാത്രമേ ഇതിൽ കൂട്ടണുള്ളൂ കേട്ടോ, വേറെ ഒന്നും കൂട്ടണില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴം ഐസ്ക്രീമാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പോൾ മാംഗോൻ്റെ സീസണൊക്കെ ആണല്ലോ, ഇപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെത്തിയെടുത്ത് കുറച്ച് ഞാൻ ചെറുതായി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, പീസാക്കിയിട്ട്. അത് ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മാമ്പഴം അടിച്ചെടുക്കുന്ന ടൈമിന് ഒരു തുള്ളി വെള്ളം ചേർക്കരുത്. വെറും ഇത് നന്നായി പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ നന്നായി പേസ്റ്റായി അടിച്ചെടുത്തതിൻ്റെ ശേഷം ഇത് കാണിക്കണത്. ഇത് ഞാൻ ആ മാംഗോ ഇട്ടതിന് ആ ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാൻ അടുത്തത് പഞ്ചസാര പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാരക്ക് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കോ മിൽക്ക് മേഡൊക്കെ ചേർക്കാം. വെറും അങ്ങനെ ചേർത്തെടുത്താലും മതി. ഇപ്പോൾ പഞ്ചസാര ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഒരു 1/4 എടുക്കണുള്ളൂ. ഞാൻ 1/4 പീസാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 10-15 പേർക്ക് കഴിക്കാൻ, വയറ് നിറച്ച് കഴിക്കാൻ കേട്ടോ. കുറേശ്ശെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ 5 റുപ്യേൻ്റെ 10 റുപ്യേൻ്റെ ബൗളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 25 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഓരോ സീസണിൽ കിട്ടുമ്പോഴും, ഇപ്പോൾ സീസൺ മാമ്പഴത്തിൻ്റെ സീസണാണ്. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ എല്ലാതൊക്കെ പരീക്ഷിക്കാൻ പറ്റുക. ഈ സമയത്ത് നമുക്ക് മാക്സിമം എല്ലാം ഉണ്ടാക്കി നോക്കാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അധികം നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇപ്പോൾ ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും. വീട്ടിലും തന്നെ എല്ലാവരുടെ വീട്ടിലും അധികം ഇഷ്ടം പോലെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊരു 3/4 ബൗളായി വന്നു. ഞാനൊരു 1/4 അതിൻ്റെ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് മാംഗോ ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 4-5 മാംഗോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുടുംബത്തിലും ഫാമിലിയിലൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളെ ബീറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ മാമ്പഴം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കുറേശ്ശെ ഒഴിച്ച് കൊണ്ട് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം.
ഇനി ബാക്കിയുള്ളതും ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാമ്പഴം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി അടിച്ചിരുന്നു കേട്ടോ. ഒരു മാമ്പഴം കൂടി ഇതിലേക്ക് കൂട്ടി. കാരണം വിപ്പിംഗ് ക്രീം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീണ്ടും കൂട്ടിയതാണ്. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാംഗോ കൂട്ടി കൊടുക്കാം. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഇതിലേക്ക് അടിച്ച് കൂട്ടി ഒന്നുകൂടി മിക്സ് ചെയ്യാണ്. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുള്ളൂ. നല്ല ചൂടുള്ള ടൈമുമാണ്, ഇപ്പോൾ മാങ്ങൻ്റെ സീസണുമാണ്. അപ്പോൾ നമുക്ക് ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിക്കാൻ കടയിൽ നിന്ന് വാങ്ങണേനാട്ടിലും നല്ലത് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് മക്കൾക്ക് നല്ലത്. ഇത് നമുക്ക് ഏത് ബൗളിലേക്കും മാറ്റി കൊടുക്കാം. ഞാനൊരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് മോഡലിൽ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ. ഇതിൻ്റെ മുകളിലൊരു സ്റ്റെപ്പ് കൂടി ഞാൻ ചെയ്യണുണ്ട്. അത് വേണ്ടവർക്ക് ചെയ്താൽ മതി, ഓപ്ഷനിലാണ്. മാംഗോ അടിച്ചത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിലേക്ക് ഞാൻ മാംഗോൻ്റെ കളറ് ചേർത്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. 2 ഡ്രോപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് എസൻസ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു നിർബന്ധവും ഇല്ല. അതൊരു ഭംഗിക്കും വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടും ചെയ്യാണ്. ഇതിൻ്റെ മീതെ ഞാൻ മാറ്റി വെച്ചിരുന്നു ചെറിയ പീസാക്കിയാണ്ട് മാംഗോ കഷ്ണങ്ങൾ. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും ഐസ്ക്രീം. നമുക്ക് കുട്ടികൾക്കും നമ്മളൊക്കെ കഴിക്കണ ടൈമിന് ഇതൊന്ന് കടിക്കാൻ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. അത് ഉള്ളിൽ കൂടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ. മാംഗോ ഐസ്ക്രീം അല്ല, അപ്പോൾ നമ്മൾ അത് ചേർക്കുമ്പോൾ ഒന്നുകൂടി കൂടുതൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ നന്നായി അടച്ച് ഇങ്ങനെ അടച്ച് വെച്ചാൽ തന്നെ ഉള്ളിലേക്ക് വെള്ളമൊന്നും ചേരൂല കേട്ടോ. ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ നമുക്ക് വെച്ചാൽ മതി. ഞാൻ ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് നന്നായി വലിയ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാനിത് ആക്കിക്കണത്. ഇതിനും ഒരു പാത്രം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 3/4 പാത്രം ഇതിനും കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം കഴിക്കാനുണ്ട്. മറ്റേത് ചെയ്ത പോലെ തന്നെ ഇതും തന്നെ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റ് ആവും കേട്ടോ. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ പുറത്തെടുത്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതിനെക്കാട്ടിലും നല്ല സൂപ്പറായിട്ടും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാണിക്കണത് കേട്ടോ. നന്നായി സെറ്റായിട്ടുണ്ട് ഉണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ക്രീമി ഐസ്ക്രീം ആയിക്കാണ്. ഇനി അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. വീഡിയോ കാണാം. ബൈ.